ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്ന വീഡിയോ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സന്തോഷം എന്താണ് എന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്ന സന്തോഷം എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്നത് സൺ കാർഡാണ്. സൺ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്കൊരു സൂര്യോദയം വരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സൂര്യോദയം വരുന്നു എന്നുള്ളതാണ്. കാരണം ഇരുളടഞ്ഞ മുറിയിൽ നിന്നും നിങ്ങൾ വെളിച്ചം നിറഞ്ഞ മുറിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുരന്തങ്ങളിൽ നിന്നും, ദുരിതകരമായ ആ അനുഭവങ്ങളിൽ നിന്നും, വിഷമകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ ഒരു മോചനം എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ദൈവത്തിന് നന്ദി സമർപ്പിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാവണം. എല്ലായ്പ്പോഴും നിങ്ങൾ ഡിവൈനിലേക്ക് നന്ദി പറയുന്നുണ്ടായിരിക്കാം. നിങ്ങൾ സമ്പൂർണമായൊരു സമർപ്പണം നിങ്ങൾ ഡിവൈനിലേക്ക് നൽകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വളരെയധികം സന്തോഷത്തിലേക്കും സക്സസിലേക്കും നീങ്ങുന്ന എനർജിയാണ് സൺ കാർഡ് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ പ്ലാൻസ് വളരെയധികം സക്സസ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും വർക്കൗട്ട് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഒരു മാര്യേജിനോ അല്ലെങ്കിൽ ഒരു വീടിന് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കടബാധ്യത തീർക്കാൻ വേണ്ടിയോ എന്തിനെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാവും, കുഞ്ഞുങ്ങളില്ലാതിരുന്ന് ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അമിതമായി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അമിതമായി നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടോ, അത് ലഭിക്കണമെന്ന് വിചാരിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നു. ഇതാണ് നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്ന ഏറ്റവും നല്ല സന്തോഷകരമായ വാർത്ത എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്ന എന്താണ്? മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. സാധാരണ ഓപ്പർച്യൂണിറ്റി അല്ല, മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ്. കണ്ടല്ലേ, അവസരങ്ങൾ വരണമെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് അവസരങ്ങൾ വരികയുള്ളൂ, അല്ലെ? ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ലതുപോലെ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ അതനുസരിച്ചുള്ള അവസരവും നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളെ അതിശയിപ്പിക്കുന്ന അവസരമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന. അമേസിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ്. അടുത്തതായിട്ട് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ലിസൺ ടു യുവർ ഇൻട്യൂഷൻ ആൻഡ് പേ അറ്റൻഷൻ ടു സയൻസ് ഫ്രം ദ ഡിവൈൻ. ഇപ്പൊ നിങ്ങൾക്ക് ഇൻട്യൂഷൻ പവർ വർദ്ധിച്ചു വരുന്നുണ്ടാവും. കാരണം തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ കുറച്ചു കാലം കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവണം. കാരണം ഇത് കേട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള റീഡിങ്സ് ഒക്കെ കേട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷനെ കുറിച്ച് ഒരു നല്ല ഒരു ധാരണ വന്നിട്ടുണ്ടാവണം. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻട്യൂഷൻ വർദ്ധിച്ചു വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഇൻട്യൂഷൻ വർദ്ധിച്ചു വരുന്ന സമയം ആയതുകൊണ്ട് തന്നെയും നിങ്ങളിൽ വന്നുപെട്ടിട്ടുള്ള, നിങ്ങളിൽ ഇപ്പോൾ മുൻപേ തന്നെ വന്നിട്ടുള്ള ഫിയർ, ആങ്സൈറ്റി, അപ്പൊ ഇത്തരത്തിലുള്ള വറീസ് ഒക്കെയും തുടങ്ങിയ വികാരങ്ങളെ, തുടങ്ങിയ ഇമോഷൻസിന്, അധമ വികാരങ്ങളെ, ഇതൊക്കെ നമ്മൾ അധമ വികാരങ്ങളാണ്. അസ്ഥാനത്തുള്ള പേടി, ദുഃഖങ്ങൾ ഒക്കെയും, അല്ലെ? അപ്പോൾ ഇത്തരത്തിലുള്ള വികാരങ്ങളെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതെ, തീർച്ചയായിട്ടും നിങ്ങളിൽ ഉണ്ടാകുന്ന ആകാംക്ഷയും ഭയവും, മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത്, സമൂഹം എന്നെപ്പറ്റി മോശം പറയുന്നുണ്ടോ, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെയും നിങ്ങളിൽ അടിഞ്ഞുകൂടി കിടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒക്കെ അനുഭവം ഉണ്ടായി കാണും. എല്ലാവരുടെയും കാര്യമല്ല.
അതാണ് പറയുന്നത്, നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ എടുക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ക്ലിയർ ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കതിനെ തീർച്ചയായിട്ടും ഹീൽ ചെയ്യാൻ പറ്റുന്നു. നിങ്ങളിൽ നിന്നും പാടെ തുടച്ചു മാറ്റാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പാടെ അത് ഒഴിഞ്ഞു പോകാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്ക് പോകുന്നു, അങ്ങനെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണെന്നാണ് കാണുന്നത്. ഇവിടെ 2 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ സന്നദ്ധരല്ല, അൺവില്ലിങ് ആണ്. നിങ്ങൾ വില്ലിങ് അല്ല, അൺവില്ലിങ് ആണ്. ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങളത് കുറച്ചുകൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ സാഹചര്യവുമായിട്ട് നിങ്ങൾ പൊരുത്തപ്പെടുന്നില്ല, ഒന്നാമത്തെ കാര്യം. മനസ്സിലായി? എന്ത് സാഹചര്യമാണ് എന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഞാൻ എന്ത് ചെയ്താൽ എനിക്ക് ഇവിടെ നിന്നും ഇതിനെ ഈ ഒരു സാഹചര്യത്തെ മറികടന്ന് എനിക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും എന്ന് നിങ്ങൾ യഥാർത്ഥത്തിലും ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കൂ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കൂ. എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ നിങ്ങൾ കണ്ണുകൾ തുറന്ന് മൈൻഡ് ഓപ്പൺ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായിട്ടും ഒക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കണ്ടെത്താൻ സാധിക്കും തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വന്നിട്ടുള്ള 4 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം നിങ്ങൾ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും നിങ്ങൾക്ക് വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ അത് വിശ്രമം എടുക്കാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ വിശ്രമം എടുത്ത് നിങ്ങൾ കൂടുതലായിട്ടും തീരുമാനിച്ച് വരുന്ന കാര്യങ്ങൾ, വിശ്രമം എടുത്തിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണോ ഏതൊരു കാര്യവും, അത് നിങ്ങൾക്ക് സക്സസ് ആയി ഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഉൾക്കാഴ്ച വർദ്ധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സക്സസിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ട്രാൻസ്ഫോർമേഷൻ ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് വരുത്താൻ സാധിക്കുന്നു. ചേഞ്ചസ് കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത്. റിലീസിങ് ഓൾഡ് ബിലീഫ് സിസ്റ്റംസ്, നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തെ തന്നെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് കരുതി വെച്ചിരുന്ന, നിങ്ങൾ മനസ്സിൽ കണക്കുകൂട്ടി വെച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്കിവിടെ രക്ഷ വരുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ മറികടന്ന് നിങ്ങൾ പുതിയ ചിന്താഗതി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അതിലൂടെ പോയി ജീവിതത്തിൽ സക്സസ് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിന് അത്യാവശ്യമാണ്. അത് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല മാറ്റം വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഹെൽത്ത് വൈസ് ആയാലും വെൽത്ത് വൈസ് ആയാലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യവും പുതുമയും മാറ്റവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാറ്റങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്നതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ ഭാഗ്യ സമയത്താണ് നിങ്ങൾക്ക് മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്ന സ്റ്റാർ ആണ്. കണ്ടില്ലേ? നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് ഫെയ്ത്ത് ചെയ്യാം, നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് ഇതിൽ വിശ്വസിക്കാം. എന്തിൽ വിശ്വസിക്കാം? നിങ്ങളുടെ ഫ്യൂച്ചറിൽ വിശ്വസിക്കാൻ കഴിയും. നിങ്ങളുടെ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. മനസ്സിലായി? നിങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് എന്താണ്? അടിയുറച്ച ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതിനെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ
മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ബ്രൈറ്റായിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ ഫ്യൂച്ചർ വളരെയധികം മനോഹരമാകുന്നു, ശോഭനമാകുന്നു, തിളക്കമുള്ളതാകുന്നു. അത് നിങ്ങൾക്ക് നല്ല ഉയർച്ചയിലേക്ക്, നിങ്ങളുടെ ഡ്രീംസ് കം ട്രൂ, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ ഉണ്ടല്ലോ സത്യമായിട്ട് ഭവിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ എന്ത് സ്വപ്നമാണോ കണ്ടിരുന്നത് അത് നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് വരാനുള്ള ഒരു സമയമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ എത്ര ബുദ്ധിമുട്ടേറിയ ചില വെല്ലുവിളികളെയും തടസ്സങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് നല്ലൊരു സക്സസ് നേടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെയും നല്ല ഒരു പ്രകാശം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ക്രമേണ ഉയരത്തിലേക്ക് പോകാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. ഈ ഉയരത്തിലേക്ക് പോകാനുള്ള ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളിൽ നിങ്ങൾ എന്തിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഇപ്പോൾ, അല്ലെ? അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത്. ഉയരങ്ങളിലേക്ക് പോകുന്നത് എന്തിനു വേണ്ടിയുള്ള ഉയരങ്ങളാണ്? നിങ്ങൾക്ക് സക്സസിൻ്റെതായ, വിജയത്തിൻ്റെതായ ഉയരങ്ങൾ. അതായത് ധനപരമായിട്ടുള്ളതും നിങ്ങളുടെ ആരോഗ്യ സംബന്ധപരമായ കാര്യങ്ങളിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച വരാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങളെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ട് കൊണ്ടുവന്ന് അതിലൊരു സക്സസ് നേടാൻ സാധിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങളൊരു വാഹനം വാങ്ങിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ വിറ്റഴിയാതെ കിടന്ന ചില വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് പേർ പറയുന്നുണ്ട്, ഒരുപാട് പേർ റീഡിങ്ങിന് വരുമ്പോൾ പറയുന്നതാണ് വിറ്റഴിയാതെ കിടക്കുന്ന വസ്തു വിൽക്കണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് സാധ്യമാകുന്നതായിട്ടാണ് ഇവിടെ ഈ എനർജി വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആക്കി എടുക്കുക തന്നെ വേണം, കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് വീലാണ്. കണ്ടല്ലേ, ഇവിടെ എല്ലാം നിങ്ങൾക്ക് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്തിനു വേണ്ടി എനർജി നമ്മൾ കൊടുക്കുന്നുണ്ടോ, ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് കൊണ്ടുവരുന്നതെന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമാണ് നിങ്ങൾക്കെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണിൻ്റെയാണ്. നിങ്ങൾക്ക് പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഫ്രഷ് സ്റ്റാർട്ടാണ്. അത് നിങ്ങളെ ഭാഗ്യത്തിലൂടെ മുന്നോട്ട് നയിക്കുന്നതാണ്. നിങ്ങൾക്ക് ഭാഗ്യമില്ല എന്ന് നിങ്ങൾ സ്വയം വിധി എഴുതി നിങ്ങൾ ദുഃഖിച്ച് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവാം, അല്ലെ? ഓ, ഞാനൊരു ഭാഗ്യം കെട്ടവൻ എന്നൊക്കെ പറയുന്നുണ്ടാവാം. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഭാഗ്യത്തിന്റെ സമയം അടുത്തിരിക്കുന്നു. അപ്പോൾ ആ ഭാഗ്യം അനുഭവിക്കാനും കൂടെ ഒരു സമയം വേണമല്ലോ, അല്ലെ? എപ്പോഴും നമുക്ക് ഭാഗ്യത്തിന്റെ സമയമാവില്ല. അപ്പോൾ ഇവിടെ ഭാഗ്യം അനുഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്നായിരിക്കും ചില ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കണം ചില പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. നമ്മൾ ആ എനർജി അതിന് കൊടുക്കുന്നത് കൊണ്ടാണ് വളരെ നല്ല കാർഡ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങളിൽ പലർക്കും റെസണേറ്റ് ആവുന്നതായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ തുടങ്ങുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ട്രാവൽ ഓർ ന്യൂ വെഹിക്കിൾ, അപ്പോൾ നിങ്ങൾക്ക് പുതിയ വെഹിക്കിൾ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, പുതിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്കത് സാധ്യമാകുന്നതാണ്. ആ പുതിയ വാഹനത്തിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും കുടുംബസഹിതം. അങ്ങനെ ആ ഒരു വലിയ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടും അവിചാരിതമായിട്ടും ഒരുപാട് ഭാഗ്യം വരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ട് ഭാഗ്യം വരുന്ന സമയം എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെങ്ത് ആണ്. കണ്ടില്ലേ, അതിന്റെ കുറവുകൂടെ ഉള്ളായിരുന്നു. കണ്ടില്ലേ, ഇപ്പോൾ സ്ട്രെങ്ത് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന. പേഴ്സണൽ പവർ ആൻഡ് അസർട്ടീവ്നെസ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ്.
കാരണം നിങ്ങൾ നല്ലതുപോലെ ദൈവവിചാരമുള്ള ആൾക്കാരായിരിക്കണം. നിങ്ങൾ യൂണിവേഴ്സിനെ നല്ലതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നന്ദി പറയുന്നുണ്ടായിരിക്കാം എന്നും. അതുകൊണ്ട് തന്നെ അബൌട്ട് ഫോർഗിവ്നെസ് നിങ്ങൾ തീർച്ചയായിട്ടും പറയുന്നു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ എനിക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ ദിവസവും നിങ്ങളോട് ഞാൻ രാവിലത്തെ മെസ്സേജിൽ പറയാറുണ്ട്, യൂണിവേഴ്സിനോട് ഫോർഗിവ്നെസ് പറയണം, തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം അത്യാവശ്യമാണെന്നൊക്കെ. പക്ഷെ അതിലൂടെയൊക്കെ ആയിരിക്കണം നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്ത് കൈവരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്ല എങ്കിൽ തന്നെ, ഞാൻ പറഞ്ഞില്ല എങ്കിൽ തന്നെ നിങ്ങൾ സ്വയം ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കണം, അപ്പോൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്താണ് കൂടുതലായിട്ടും സ്ട്രോങ്ങർ ആവുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഴയതിനേക്കാളും സ്ട്രെങ്ത് കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. മെന്റൽ സ്ട്രെങ്ത്, ഫിസിക്കൽ സ്ട്രെങ്ത് ഇതൊക്കെ വർദ്ധിച്ചു വരുമ്പോൾ മെന്റൽ സ്ട്രെങ്ത് അത്യാവശ്യമാണ്. പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂടി ആവുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് വരുന്ന ഒബ്സ്റ്റക്കിൾസിനെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം, നിങ്ങൾക്ക് എന്തിനെയാണോ നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു ലീഡറായിട്ട് മുന്നോട്ട് വാഴാൻ സാധിക്കും, മുന്നോട്ട് വരാൻ സാധിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. കൂടുതലായിട്ട് സ്ട്രെങ്ത് കൈവരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിജയം കൂടെ നമ്മളോടൊപ്പം തന്നെ വരും, അതിനോടൊപ്പം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് സക്സസിൻ്റെതായ സമയം വരുന്നു എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കിനി ഒറക്കിൾ കാർഡ്സ് കൂടെ എടുക്കാവേ. ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഹാർമണിയാണ്, കണ്ടില്ലേ? ഇവിടെ ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും ഏതൊരു കാര്യത്തിലും, ഏതൊരു സാഹചര്യത്തിലും. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പില്, അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും അവിടെയും വേണമല്ലോ ഒരു ഐക്യം ചേർന്ന് പോകല്ലോ, ഒരു പാർട്ട്ണർഷിപ്പ് അവിടെയും വേണമല്ലോ എന്ന് പറയുന്നത് പോലെ അവിടെയും നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ ഉൾപ്പെടുന്ന സാഹചര്യത്തിൽ, നിങ്ങൾ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ജീവിതത്തിൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി ഒന്ന് ചേർന്ന് നോ കോണ്ടാക്ട് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലെത്തിയിട്ട് നിങ്ങൾക്കൊന്നിച്ച് നല്ലൊരു സാഹചര്യത്തിലേക്ക് ഐക്യത്തിലൂടെ മുന്നോട്ട് സന്തോഷകരമായിട്ട് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ചേർന്ന് പോകാൻ സാധിക്കുന്നു. അത് ചിലപ്പോൾ ഇനി വിവാഹം കഴിക്കാത്തവർക്ക് ഒക്കെയും ചിലപ്പോൾ പുതിയ വിവാഹമായിരിക്കാം. അതുമല്ല എങ്കിൽ പുനർവിവാഹത്തിന് വേണ്ടി ഒരുപാട് പ്രായമൊക്കെ ആയിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ഒരു പാർട്ട്ണർ വേണം എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യം അടുത്തു വന്നിരിക്കുന്നു. അതുപോലെ തന്നെയും നിങ്ങളുടെ മറ്റു കാര്യങ്ങളിലും ഒക്കെയും നിങ്ങൾക്കൊരു പാർട്ട്ണർ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ആ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് ഐക്യം ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളുടെ ഒരു ഭാഗ്യ സമയമാണ്, അത് ഒരുപാട് സന്തോഷത്തെ നിങ്ങൾക്ക് തരുന്നതാണ് എന്നും നമുക്ക് പറയാൻ പറ്റും. ഇവിടെ സഫറിങ് ഇൻ സൈലൻസ് ആണ്, കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരുപാട് ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ കൊണ്ട് മാത്രം നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. എനിക്ക് ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ആധിയാണ് എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ. പക്ഷെ ഈ ഒറ്റപ്പെടുക എന്നുള്ള തോന്നൽ അത് മറ്റ് പല സാഹചര്യങ്ങളിലും വരാം. അങ്ങനെ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ, നിങ്ങൾ അതിനോട് സഫർ ചെയ്യുമ്പോൾ തന്നെയും എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു സമയം വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തെ ബ്രേക്ക് ചെയ്യാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൈലൻസിനെ നിങ്ങൾക്കിവിടെ ബ്രേക്ക് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ തേടി വരുന്നുണ്ട്, നിങ്ങൾക്ക് അവരുമായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്ന പാർട്ട്ണർ, അതുപോലെ ഫ്രണ്ട്ഷിപ്പിലും ആകാമല്ലോ. അപ്പോൾ ഏതൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും, ഏതൊരു തരത്തിലുള്ള റിലേറ്റീവ്സ് ആയാലും, ഏതൊരു തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, ഏതൊരു വ്യക്തിയുമായിക്കോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്നതാണോ അവർ വന്നു ചേരണമെന്ന്, അങ്ങനെയുള്ള ഒരു കണ്ടുമുട്ടൽ ഇവിടെ സാധ്യമാകുന്നു. അപ്പോൾ നിങ്ങളുടെ ഒറ്റപ്പെടലിനുള്ള ഒരു പരിഹാരം ഇവിടെ നടക്കുന്നു, ഒരു പരിഹാരം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഇവിടെ മാറ്റമാണ്, ട്രാൻസ്ഫോർമേഷനാണ്. ഇവിടെ നമുക്ക് ടാരോ കാർഡിലും വന്നിരുന്നു ട്രാൻസ്ഫോർമേഷൻ അല്ലേ, കണ്ടില്ല? നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരാനുള്ള സമയമായിരിക്കുന്നു. ഒരു 4 മാസത്തിനകം, 3 മാസം 4 മാസത്തിനകം നിങ്ങൾക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു. അത് നിങ്ങളുടെ ഭൗതികപരമായ കാര്യങ്ങളിൽ, മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ വേൾഡിൽ, ഇനി ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് അബണ്ടൻസ്, അത് പ്രോസ്പെറിറ്റി ഒക്കെയും നിങ്ങൾക്ക് നല്ല മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഈ വക കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫിനാൻസ് പരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്, മാറ്റത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഫിനാൻസ് പരമായ കാര്യങ്ങളിലാണ് കൂടുതലായിട്ടും ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആവാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ ബട്ടർഫ്ലൈക്ക് വരുന്ന മാറ്റം എങ്ങനെയാണ്, അതുപോലെ നിങ്ങൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. പ്യൂപ്പയിൽ നിന്നും അത് പുഴുവായി വർണ്ണമനോഹരമായ ചിറകുകളോടുകൂടി അത് പാറി പറക്കും, ഫ്രീഡം അനുഭവിക്കുന്നു അല്ലെ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലൂടെ കടന്ന് വളരെ നല്ല ഒരു രൂപാന്തരം കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. രൂപമാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു ഈ ഒരു സാഹചര്യത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മുഖത്തിന് മാറ്റം വരുത്താം, എങ്കിൽ മുടിയിൽ മാറ്റം വരുത്താം, അതുപോലെ തന്നെ നിങ്ങളുടെ വേഷവിധാനങ്ങളിൽ, അതുപോലെ കഴിക്കുന്ന ഫുഡിൽ, അതുപോലെ വാഹനങ്ങളിൽ ഒക്കെയും നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇവിടെ മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. 3-4 മാസത്തിനകം നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്കൊരു കാർഡും കൂടെ എടുത്തു നോക്കാം. എന്താണ് അവയർനെസ് ആണ് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവയർനെസ് വരുന്ന ഒരു സമയം അതായിരിക്കുമല്ലോ. നിങ്ങളിലേക്ക് അവയർനെസ് വരണം, തിരിച്ചറിവുകൾ ഉണ്ടാവണം, അറിവ് വർദ്ധിക്കണം. അറിവ് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് മാറ്റത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്, അത് സന്തോഷത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. മറ്റ് ഭൗതികപരമായ സാധനങ്ങളെ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികത്തെ ഒക്കെയും നിങ്ങൾക്ക് മാറ്റാനും അത് അനുഭവിക്കാനും ഒക്കെയും നിങ്ങൾക്ക് ബുദ്ധി വേണമെങ്കിൽ തീർച്ചയായിട്ടും അറിവുണ്ടായേ പറ്റൂ. അറിവുണ്ടാകുമ്പോൾ ബുദ്ധി വർദ്ധിക്കുന്നു അല്ലെ, ബുദ്ധി വർദ്ധിക്കുമ്പോൾ അറിവുണ്ടാകുന്നു. ഇത് രണ്ടും കൂടെ കണക്റ്റഡ് ആണ് അല്ലെ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് ക്രൗൺ ചക്ര ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെയും എന്താണ്, നിങ്ങൾക്കിവിടെ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ്, ഏതൊരു സാഹചര്യമാണോ നിങ്ങളെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്, ഏത് സാഹചര്യം നിങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടോ, ഏത് വെല്ലുവിളികൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഭീരുവാകേണ്ട ആവശ്യമില്ല. അവിടെ ഭീരുവാകാതെ അതിനെ സധൈര്യം നേരിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്നത് പ്രോസ്പെറിറ്റി ബിഗിൻസ് ആണ്. തൊട്ടടുത്ത് വന്നിരിക്കുന്നത് പ്രോസ്പെറിറ്റി ബിഗിൻസ്. കണ്ടില്ലേ, ഐശ്വര്യം നിങ്ങളിലേക്ക് വർദ്ധിക്കും. നിങ്ങളുടെ മെന്റൽ കോൺഫ്ലിക്റ്റ്, അതായത് മാനസിക സമ്മർദ്ദം നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. പ്രോസ്പെറിറ്റി, ഐശ്വര്യം വർദ്ധിക്കുന്നു. നിങ്ങൾ ഒന്നു ചേർന്ന ഒരു കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല ഒരു ജീവിതത്തിലേക്ക് പോകുന്നു. പലർക്കും ഇത് അനുഭവമാകുന്നതാണ് ഒരു മാസത്തിനകം. കണ്ടില്ല, പലർക്കും ഇത് ഒരു മാസത്തിനകം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു. അവരും കൂടെ ചേർന്ന് അവരുടെ ഫെമിനിൻ എനർജി നിങ്ങൾക്ക്, അല്ലെങ്കിൽ അവരുടെ മസ്കുലൈൻ എനർജി നിങ്ങൾക്ക് ഭാഗ്യം തരുന്നതായിരിക്കും. രണ്ടുപേരും കൂടെ അങ്ങനെ കൂടി ചേരുമ്പോഴാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരുന്നത് എന്ന് നിങ്ങൾക്കിവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ നിങ്ങൾ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുന്നു. അങ്ങനെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുമ്പോൾ നിങ്ങളുടെ ജീവിതം സക്സസിലേക്ക്, സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.